ഇന്ന് ഞങ്ങളെ ചാന്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളറിയാതെ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് സെറ്റാക്കുകയാണ്. അവളുടെ വീട്ടിലല്ല, അവൾക്കിന്ന് ക്ലാസ് ഇല്ല, അപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങളിവിടെ അവൾ വരുമ്പോഴേക്കൊക്കെ ഒന്ന് സെറ്റാക്കുക. വൈകിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴേക്കും ഇവിടെ കേക്കൊക്കെ സെറ്റാക്കി വെക്കാച്ചിട്ട്. വലിയ പരിപാടിയൊന്നുമില്ല, ചെറുതായിട്ട് സിമ്പിളായിട്ട് ഒരു കേക്ക് കട്ടിങ് മാത്രം. എന്നാലും ഒക്കെ അവളറിയാണ്ട് ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ബലൂണൊക്കെ കുറച്ച് മേടിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. പിന്നെ പിള്ളേരൊക്കെ ഉണ്ട്. അവൾക്ക് എന്തോ സംശയമൊക്കെ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തോ അറിയാം, ഞങ്ങളിവിടെ എന്തോ സെറ്റാക്കണുണ്ട് എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. ഞങ്ങൾ എന്നാലും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ പകൽ ചെയ്യാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ പിന്നെ പകലാവുമ്പോൾ പിന്നെ ആരും ഉണ്ടാവില്ല. പിള്ളേർക്കൊക്കെ ജോലിയും ഒക്കെ കഴിഞ്ഞ് വരണമെങ്കിൽ സമയം പിടിക്കും. അപ്പം എന്നാൽ വൈകിട്ടാക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ പ്രസാദും ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം അവൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. മുന്നേ കൂട്ടി പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഫുഡൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്നുള്ളതായ കാരണം. അല്ലെങ്കിൽ ഫുഡൊക്കെ റെഡിയാക്കാമായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു, നാളെ അല്ലായിരുന്നു. അപ്പോൾ നാളിൻ്റെ അന്ന് ഇനി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഏപ്രിൽ 1 ഏപ്രിൽ ഫൂളല്ലേ. അപ്പോൾ എന്നാൽ എന്തായാലും വലിയ ആൾക്കൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ എല്ലാവരും കൂടി പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. പിന്നെ പ്രസാദ് വന്നപ്പോൾ അവളെന്നെ വണ്ടിയുമ്മ പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. ഞങ്ങളും അറിയാത്ത പോലെ നിന്ന്. അവൾക്ക് പക്ഷേ സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവളും അറിയാത്ത പോലെ നിന്ന്, ഞങ്ങളും അറിയാത്ത പോലെ തന്നെ നിന്ന്. എന്നാലും എല്ലാവരും കൂടിയിട്ട് സംഭവം കളറാക്കി, കുഴപ്പമുണ്ടായില്ല. ഉള്ളതുകൊണ്ട് അടിപൊളിയാക്കി. അവൾക്ക് ഇതൊക്കെ മനസ്സിലായ കാരണം കൊണ്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ആൾ വന്നത്, അല്ലെങ്കിൽ അങ്ങനെ വന്നിരുന്നു. ആ കേക്ക് മുറിക്കുമ്പോൾ പൊട്ടിക്കണ സാധനം ഞങ്ങൾ എന്ത് പരിപാടിക്ക് മേടിച്ചാലും അത് സമയത്ത് പൊട്ടാറില്ല. അപ്പോൾ പ്രാവശ്യം വെറുതെ ഒന്നിങ്ങനെ നോക്കിയതേ ഉള്ളൂ. അപ്പോഴേക്കും കഴിക്കുന്ന സാധനം വിചാരിച്ച സമയത്തല്ല പൊട്ടിയത്, ആദ്യം തന്നെ അത് പൊട്ടി കഴിഞ്ഞ്. പിന്നെ ഇന്ന് പെരുന്നാളിൻ്റെയൊക്കെ പിറ്റേ ദിവസമൊക്കെ ആയ കാരണം അടുത്ത വീട്ടിൽ പിള്ളേരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ ചാന്തുവിൻ്റെ അച്ഛൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതാണ്. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത്. വേറെ പിന്നെ ഫുഡിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം പിന്നെ കുറച്ച് നേരം കുട്ടികൾ പാട്ടൊക്കെ വെച്ചിട്ട് അമ്പാടി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്ത്. അല്ല, ഞങ്ങളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്നും പരിപാടിയിലില്ല. ഞങ്ങൾ പിന്നെ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം. അപ്പോൾ ഉള്ളവരെല്ലാവരും കൂടി വെച്ചിട്ട് പെട്ടെന്ന് അറേഞ്ച് ചെയ്തെടുത്തതാണ്. അത് കാരണം എല്ലാവരും ഒന്നുമില്ല. എല്ലാം അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉച്ച തൊട്ടിട്ട് തന്നെ ശ്രീകുട്ടൻ പിന്നെ എല്ലാറ്റിനും ഒപ്പം ഉണ്ടായിരുന്നു. കേക്ക് ഏൽപ്പിക്കാനും ശ്രീകുട്ടൻ രഞ്ജു എല്ലാം കൂടിയിട്ടാണ് ഒക്കെ പോയി മേടിക്കുകയും എല്ലാം ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ പരിപാടികളുണ്ടാവും എപ്പോഴും. അതൊരു രസമാണ്. എല്ലാവർക്കും പറഞ്ഞ പോലെ ഒത്തുകൂടാനും ഇതിനൊക്കെ ഉള്ളൊരു ഇതല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളങ്ങനെ മിസ് ചെയ്യാറില്ല. ചെറുതായിട്ടാണെങ്കിലും എല്ലാവരുടെയും ബർത്ത്ഡേയും കാര്യങ്ങളും ഒക്കെ ആഘോഷിക്കാറുണ്ട്. എല്ലാവർക്കും അതൊരു സന്തോഷമാണ്. അപ്പോൾ ചാന്തുവിൻ്റെ അമ്മയൊക്കെ എല്ലാം അറിയാം കേട്ടോ. ചാന്തുവിൻ്റെ അമ്മയും അവൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഉച്ചയ്ക്കുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായത്, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. അവളൊന്നും അറിയാത്ത പോലെ നടന്നു വന്നിട്ട്. പക്ഷെ അച്ഛനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള തീരുമാനമായ കാരണം കേക്ക് കിട്ടാത്തൊരു ബുദ്ധിമുട്ടി. പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസമൊക്കെ ആയ കാരണം ചില കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ തീരുമാനമല്ലേ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടി. പിന്നെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളങ്ങനെ പേരൊക്കെ എഴുതി മേടിച്ച്. അപ്പോഴേക്കും ചിത്രം എടുത്ത് എല്ലാവരും വന്ന്. പെട്ടെന്നുള്ളതാണെങ്കിൽ അവരൊക്കെ വന്നപ്പോൾ അങ്ങോട്ട് വാരിയൊക്കെ ചെയ്തു എല്ലാവരും കൂടിയിട്ട്. ചിന്നും പിള്ളേരൊക്കെ പിന്നെ വേഗം പോയി, അവരധികം നേരം നിന്നില്ല. അമ്പാടിയൊന്നും പോവാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ചിന്നുവിന് നാളെ ജോലിക്ക് പോകേണ്ട കാരണം പിള്ളേരൊക്കെ പിന്നെ വാശി പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലും ഒക്കെ ആയി. അപ്പോൾ അവൾ വേഗം വന്നതും പോയി. ഷീജയ്ക്ക് പിന്നെ വരാൻ പറ്റിയില്ല, അവളുടെ കാലുമ്മ ഒരു ചെറിയൊരു മുറിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആൾക്ക് വരാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ വിഷുവിൻ്റെ വീഡിയോ ഒക്കെ ഇനി സെറ്റാക്കണം. അപ്പോൾ ആ പുതിയ വീഡിയോ വിഷുവിൻ്റെ ഒക്കെ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ചാന്തുവിൻ്റെ നാളെന്തായാലും ഞങ്ങൾ
അടിപൊളിയാക്കണം എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ഇതിങ്ങനെ പെട്ടെന്നുള്ളതായ കാരണം ഇതിങ്ങനെ പോട്ടെ. അപ്പം അടുത്തത് ഇനി ഉഷാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.